നമ്മളെല്ലാവരും മൊബൈൽ ഫോണിൽ മെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന ആളുകളാണ്. മെയിലില്ലാതെ ജിമെയിൽ അക്കൗണ്ട് ഇല്ലാതെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ അങ്ങനെ നമുക്ക് മെയിലുകളില്ലാത്ത ഒരു പ്രവർത്തനവും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ജിമെയിൽ അക്കൗണ്ടുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് പലപ്പോഴും നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റകൾ അയാൾക്ക് കളക്ട് ചെയ്യാനും മാത്രമല്ല നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് നിങ്ങൾ ട്രാക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ മെയിലുകൾ മറ്റാരെങ്കിലും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കാനുള്ളൊരു സെറ്റിങ്സ് ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ നമ്മൾ സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ കണക്റ്റഡ് ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണും നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതൊക്കെ ആപ്പുകൾ അല്ലെങ്കിൽ ഏതൊക്കെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഞാനിവിടെ 4 ആപ്പിൽ മാത്രമാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ടൊരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് നോക്കുക, ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ പ്രോംപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചാലുള്ള ഗുണം നിങ്ങളുടെ മെയിൽ ഐ ഡി ആരെങ്കിലും ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൺഫേം ചെയ്താൽ മാത്രമേ അയാൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് തേർഡ് പാർട്ടി ആപ്പുകളോ വെബ്സൈറ്റുകളോ ഉപയോഗിച്ച് നിങ്ങളുടെ മെയിൽ ഐ ഡി ആരെങ്കിലും ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ ആർക്കും നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ലോഗിൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത് ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ പെർമിഷൻ കൂടി കിട്ടിയാൽ മാത്രമേ അയാൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.